ഈ ഒരു ആക്സിഡൻറ്റ് നടക്കുമ്പോൾ ആദ്യമായിട്ട് കണ്ടത് ഇതാ ഈ ചേട്ടനായിരുന്നു കേട്ടോ. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് നാരായണൻ. നാരായണൻ എന്നാണ് ചേട്ടൻ്റെ പേര്. കുറച്ചൊന്നും ഇങ്ങോട്ട് പോരാ വന്നത് സ്വാമിതോ. ആ, അപ്പോൾ പ്രിയപ്പെട്ടവർ, ഇതാണ് നാരായണേട്ടൻ അല്ലേ? നിങ്ങളായിരുന്നു ഇത് ആദ്യം തന്നെ? ഞാൻ ഇത്ര അടുത്ത് വന്നപ്പോഴാണ് വണ്ടി അവിടുന്ന് സ്പീഡിൽ വന്നിട്ട് മതിലിടിക്കണ്. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുക? കണ്ടുകൊണ്ടിരിക്കുക. അതിൽ ഒപ്പം ഒരു കുട്ടി ബൈക്കും കൊണ്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. അതിൻ്റെ ബാക്കിൽ വന്നിട്ട് ഇടിച്ചത്. പക്ഷേ അത് കൊന്ന് സ്ലോ ആവണമെങ്കിൽ ആ കുട്ടി പെട്ടിരുന്നു. അതെ. ആ കുട്ടിക്ക് നേരെ പോയി ഇടിച്ചിരുന്നു. പിന്നെ കണ്ടത് ഇവിടെ കല്ലും മതിലും വണ്ടിയും കൂടി ആളെ എവിടെയും ചോദിച്ചപ്പോൾ വണ്ടി എവിടെ ചോദിച്ചപ്പോൾ ആ കുട്ടി അറിഞ്ഞ് എല്ലാം പോയി കൊണ്ട് കിണറ്റിൽ. സംഭവം നടക്കുമ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന ചേട്ടനാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഇനിയും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു പാവം മനുഷ്യനാണ് ഈ വീടിൻ്റെ നാഥൻ കേട്ടോ. പുള്ളിക്കാരനും അവിടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം പറഞ്ഞ കേട്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കര ഫീലിംഗ് ആയി പോയിട്ടോ. കാരണം ആ സമയത്ത് മൂപ്പരുടെ അവസ്ഥകളൊന്ന് ആലോചിച്ചിരിക്കണം. ഇതൊക്കെ നേരിട്ട് കണ്ടേ ഇത്രയും വലിയ ഷോക്ക് ഇനി ജീവിതത്തിൽ വേറെ എന്തുണ്ടാവാനാണ്. അപ്പോൾ അതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഫീലിംഗ് ആയി. നിങ്ങളുടെ പേരെന്താണ്? സുരേന്ദ്രൻ. സുരേട്ട, പിന്നെ ഇത് ആദ്യത്തെ സംഭവമാണോ? ആദ്യ സംഭവമല്ല, ഒരു 6-7 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഇതുവരെ മരണമൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇതാണിപ്പോൾ നമുക്ക് താങ്ങാനാവാത്ത ഒരു വിഷമമായിരുന്നു. നിങ്ങൾ ആ സമയത്ത് ഇവിടെ? ഞാൻ ഉണ്ടായ വീടിൻ്റെ പിന്നിലായിരുന്നു, ചെടി നനയ്ക്കായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ശബ്ദം കേട്ടിട്ട് വന്നത്. ഞാൻ റോട്ടിൽ എന്തെങ്കിലും വീണതാവും എന്ന് വിചാരിച്ചാണ് വന്നത്. നോക്കുമ്പോഴാണ് മൂപ്പരാണ് കണ്ടിരിക്കുന്നത്. ഈ കടയത്തെ ആളും ഇവർ മകനും ഒക്കെ കൂടെ കണ്ടത്. പിന്നെ ആളുകളൊക്കെ കൂടി വന്നു, ആകതായി. പക്ഷേ ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ എല്ലാവരോടും പറയാറുണ്ടായിരുന്നു, ഇത് എന്തെങ്കിലും വലിയ ഇതിൽ നാശത്തേക്കാണ് വരുന്നത് എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. ഇങ്ങനെ വരുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. എന്താ ചെയ്യുക? ഈ വണ്ടി ഇത് സംഭവിച്ചതാണല്ലേ? വണ്ടിക്ക് ബ്രേക്ക് അതോ അറിയില്ല. ബ്രേക്ക് പോയിട്ടില്ല എന്നും പറയുന്നുണ്ട്. ബ്രേക്ക് പോയിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു വരവ് വന്നുകൊണ്ടാണ് ഇക്കോലത്തിൽ അതാണ് മതിൽ പൊളിഞ്ഞിട്ട് പോയി എന്ന് അറിയുമ്പോഴാണ് ഒരു ഇങ്ങനത്തെ ഒരു കയറ്റിക്കൊണ്ട് അങ്ങനെ വരേണ്ട കാര്യമില്ല. വണ്ടി ടൂ വീലർ ഇത്രയൊരു കനല്ലാത്ത അത് വണ്ടി വന്നിട്ട് ഇത്രയും വലിയൊരു ഇത് വരിക എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഇത് വിഷമമുള്ള കാര്യമാണ്. പക്ഷെ ഇവർ ഓവർ സ്പീഡിൽ വന്ന് അത് പോലീസുകാരൻ്റെ വീടിൻ്റെ അവിടുന്ന് അതുവരെയും മെല്ലെയാണ് വന്നിരുന്നതാണ് പറയുന്നത്. വല്ലാത്തൊരു വേദനയായി പോയി. ഷോക്ക് വിട്ടിട്ടുണ്ടാവില്ല. ഇല്ല ഷോക്ക് വിട്ടിട്ടില്ല. ഞാൻ ഇന്നലെ സംസാരിക്കാൻ പറ്റണില്ല, ആകെ വിഷമത്തിലായിരുന്നു. കാരണം ഇവർക്കൊന്നും സംഭവിക്കരുത് എന്നുള്ള ഒരു ഇതിലായിരുന്നു. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. എന്നെ വലിയ അറിയണ ഭയങ്കര കാര്യമുള്ള ആളാണ്. ഇപ്പൊ പേരുകൊണ്ട് ആളെ മനസ്സിലായില്ല. അങ്ങനെയായിരുന്നു. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. നാട്ടിൽ മോനെയാക്കി അത്ര പരിചയമില്ല. അതാണ് ഇങ്ങനെ ഒരു അപകടങ്ങൾ ഒന്ന് തുടർക്കഥയാകുമ്പോൾ പിന്നെ ഇത് അപകടം ഇനി ഉണ്ടാവും. ഇത് അതിനുള്ള പരിഹാരം ചെയ്തിട്ടില്ലെങ്കിൽ ഇത് അപകടം ഉണ്ടാവും. ഞങ്ങൾ വീട് കാര്യം മാത്രം ശരിയാക്കിയിട്ട് കാര്യമില്ല. അതിനുള്ള പോംവഴികൾ നമ്മൾ ചെയ്യണം ആദ്യം തന്നെ. പിന്നെ രാത്രി കിടന്നുറങ്ങാൻ ഇത് രാത്രിയൊക്കെയാണ് ഇതിലും വലിയ ഇത് പ്രശ്നമായിരുന്നു. വീട്ടിലൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു. നമ്മളെ വേണ്ടപ്പെട്ട അയൽവാസിയാണ്. ഇവർക്ക് സുഖമില്ലാത്ത ഒരാളാണ്. ഇവരവിടെ ചായ കഴിച്ചിട്ട് വരുമ്പോഴാണ് ഈ സംഭവം കണ്ടതെന്നാണ് പറയുന്നത്. നിങ്ങളായിരുന്നു ആദ്യം തന്നെ? ഞാൻ ഇത്ര അടുത്ത് വന്നപ്പോഴാണ് വണ്ടി അവിടുന്ന് സ്പീഡിൽ വന്നിട്ട് മതിലിടിക്കണ്. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുക. അതിൽ ഒപ്പം ഒരു കുട്ടി ബൈക്കും കൊണ്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. അതിൻ്റെ ബാക്കിൽ വന്നിട്ട് ഇടിച്ചത്. പക്ഷേ അത് കൊന്ന് സ്ലോ ആവണമെങ്കിൽ ആ കുട്ടി പെട്ടിരുന്നു. അതെ. ആ കുട്ടിക്ക് നേരെ പോയി ഇടിച്ചിരുന്നു. പിന്നെ കണ്ടത് ഇവിടെ കല്ലും മതിലും വണ്ടിയും കൂടി ആളെ എവിടെയും ചോദിച്ചപ്പോൾ വണ്ടി എവിടെ ചോദിച്ചപ്പോൾ ആ കുട്ടി അറിഞ്ഞ് എല്ലാം പോയി. കണ്ടപ്പോൾ തന്നെ ഞാൻ പറിച്ചു പോയി. അത് ഒന്നാമത് എനിക്ക് സുഖമില്ല, ആർട്ട് പേഴ്സൻ്റാണ് ഞാൻ. അപ്പോൾ പെട്ടെന്ന് ഉള്ള അതുകൊണ്ട് ഞാൻ ആകെ വരച്ച് ഭയങ്കര വിഷമമായി. അതെല്ലാം ഇവിടെ ആകെ പൊടിപടലങ്ങളായിരുന്നു ആ സമയത്ത്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ അപ്പോൾ ഈ സൗണ്ട് കേട്ടപ്പോൾ അൻവർ സാറ് ഓടി വന്ന് അൻവർ സാർ ഇവിടെ ഇറങ്ങിയിട്ട് ഹലോ എന്ന് ചോദിച്ചു. ആളെ എന്തോ അനക്കം എന്തെങ്കിലും കേൾക്കാലോ. പക്ഷെ ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പം ഇവനെ ഓടിപ്പിച്ച് കയറെടുത്തുകൊണ്ടുവന്നു. പിന്നെ അപ്പോൾ വേറെ ഒരുപാട് ആൾ കയറും. ആളുകളൊക്കെ ഇഷ്ടം പോലെ തടിച്ചു കൂടി ഇവിടെ, നാട്ടുകാരൻ കൂടി, എല്ലാവരും കൂടി പെട്ടെന്ന് ഇത് കയറ്റി അവർ വേണ്ട പ്രകാരം. പക്ഷെ ആൾ രക്ഷപ്പെട്ടില്ല. ഭാഗ്യത്തിന് അവരെ ഭാഗ്യം എന്ന് പറയാം, ഒന്നും കിട്ടിയില്ല. അത്രയും പെട്ടെന്ന് ആളുകളെ രക്ഷപ്പെടുത്തിയിരുന്നു. അത് നാട്ടുകാർ അത്രയ്ക്കും ശ്രമിച്ചെന്നു. അതിൻ്റെ വയ്യാലെ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. പോലീസ് ഒരു ജീവൻ ഉള്ള ആളെ അവർ ഉപ്പാനെ വണ്ടിയിൽ കയറ്റി
ആ സമയത്ത് പോലീസ് വന്നു. പിന്നെ രണ്ടാമത്തെ മകന് മുടിപ്പില്ലാത്ത ഒരു രീതിയിലാണ് കണ്ടത്. അടുത്ത ആംബുലൻസിന് പെട്ടെന്ന് വിട്ടു. അത് നമ്മളെ മെമ്പറാണ് ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ മെമ്പർ പെട്ടെന്ന് വന്ന എല്ലാ കാര്യങ്ങളും മെമ്പർ ആള് ഭയങ്കര ഉത്സാഹത്തിലെല്ലാം കഴിച്ചിട്ടുണ്ട്. വേണ്ട പ്രകാരം ഇവിടെ നമുക്ക് എന്തെല്ലാം ഈ വാർഡിൽ അത്രയ്ക്കും എന്ത് പ്രശ്നമുണ്ടെങ്കിലും മെമ്പർ അവിടെ ഓടിയെത്തും. അവിടെ പാർട്ടിയും കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് പ്രവർത്തിക്കും. ഇവിടെ ഈ നാട്ടിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അത് ആ സമയം എന്ന് പറഞ്ഞാൽ എല്ലാവരും പള്ളിയിൽ നിന്ന് വന്നിട്ടുള്ള സമയമാണ്. അപ്പോൾ ആളുകളൊക്കെ വീട്ടിൽ നിന്നുണ്ട്. അതുകൊണ്ട് അത്രയും ആൾ, നേരെ മറിച്ച് പള്ളി സമയത്താണ് അല്ലേ അതിൻ്റെ തലേ ദിവസമാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, ആൾ കൂടാൻ പ്രയാസമാണ്. പക്ഷെ എത്രയും പെട്ടെന്ന് അവർ കുട കൊണ്ടലും കുട താഴ്ത്തലും പിന്നെ ഇത് അതിൽ പൊടികവടലങ്ങളൊക്കെ ഒഴിവാക്കി പെട്ടെന്നാണ്. മരം കയറി പരിചയമുള്ള 2 പയ്യന്മാരുണ്ടായിരുന്നു. അവർ ഏട്ടനനിയനും വന്ന് അവർ പെട്ടെന്ന് ഇറങ്ങി. അവർക്ക് പൊടി കൊണ്ട് ഇറങ്ങാൻ വയ്യ, എന്നാലും അവർ ഒരു വിധത്തിലൊക്കെ അവർ ശ്രമിച്ചു. അവർ പെട്ടെന്ന് കയറ്റി. അപ്പോൾ കുറച്ചൊരു മുടിപ്പുള്ള ഉപ്പാക്കായിരുന്നു. ഉപ്പാനെ ആദ്യം കയറ്റി. അങ്ങനെ ഏതെങ്കിലും മറ്റേ മകൻ വണ്ടിയിൽ ചോട്ടായിരുന്നു പറഞ്ഞേ. അപ്പോൾ അത് അല്ല കയറ്റാൻ നിന്ന് ആദ്യം മുടിപ്പുള്ള ആളെ കയറ്റി. അപ്പോൾ അവർക്കൊരു സംശയം, മകൻ എന്തായാലും ഇവിടെ പറഞ്ഞു. അപ്പോൾ മുടിപ്പുള്ള ആൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ വേഗം പെട്ടെന്ന് കയറ്റിയ ആൾ മറ്റേ ഞാൻ മാറാക്കരയാണെന്നോ എന്തൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആകെ വരച്ച് ഞാൻ പിന്നെ ഇങ്ങോട്ട് ആരും ഇങ്ങോട്ട് വിടില്ല. നിങ്ങളിത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഷോക്കായി. കടയിൽ പ്രിയപ്പെട്ടവർ ഇത് കണ്ടപ്പോൾ തന്നെ ഈ ചേട്ടന് ഷോക്കായി. നിങ്ങൾക്ക് അറിയാലോ, ഇതൊക്കെ നേരിട്ട് കാണുമെന്ന് പറഞ്ഞാൽ ഈ കോലത്തിൽ മതിലും പൊളിച്ചുകൊണ്ട് ഒരു ബൈക്ക് നേരെ കിണറ്റിലേക്ക് പോണ്, കല്ലൊക്കെ കൂടി തകർത്തിട്ട് അത് കണ്ടെക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നെ കൊണ്ട് കഴിയൂല. ചേട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോൾ പടച്ചോൻ കാത്തിട്ടുണ്ട്, കാണാനുള്ള കരുത്തുണ്ടാവില്ല. ശരിയാണ്. അതിലൂടെ എനിക്കിപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെ വല്ലാത്ത വേദനയാണ്. അപ്പോൾ കൂടുതൽ പിന്നെ വരയ്ക്കാനായി ഒരു വര തുടങ്ങി. ഞാൻ വേഗം അവിടെ പോയിരുന്നു. അവരാരും വിട്ടില്ല എന്നെ. ഏതായാലും ഈ ഒരു നാടിനെ നടുക്കിയിട്ടുള്ളൊരു ദുരന്തം തന്നെ ആയിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു ഷോക്കായി പോയി എന്നുള്ളതാണ്. നാട്ടുകാർക്ക് എല്ലാവർക്കും നാടിനെ കണ്ണീരിലാഴ്ത്തി എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു നാടിനെ മാത്രമല്ല, ലോക മലയാളികളെ മുഴുവൻ. കാരണം പ്രത്യേകിച്ച് ഇന്നലൊരു വിശേഷ ദിവസം തന്നെയായിരുന്നു. പെരുന്നാളായതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ദുരന്തമാണ് വന്നു ചേർന്നതെന്നുള്ളതാണ്.